ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. എന്നാലും പൊട്ടലും ചീറ്റലും ഒക്കെ ആദ്യ ദിവസം മുതൽ തന്നെ ഹൗസിനകത്ത് ആരംഭിച്ചും കഴിഞ്ഞു. ഇന്നത്തെ ബിഗ് ബോസിന്റെ ടാസ്കിനിടയിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരുടെയും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരുടെയൊക്കെ പേരുകൾ പറഞ്ഞ് കാരണം വിശദീകരിക്കാനുള്ള ഒരു ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് ലഭിച്ചത്. ഇതിൽ ഏറ്റവും മാനഹാനി നേരിട്ടതോ ആദ്യ വാരത്തിലെ ക്യാപ്റ്റനായ അനീഷ് തന്നെയായിരുന്നു. 8 പേരാണ് അനീഷിന്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല എന്നും അനാവശ്യമായിട്ട് വാക്കുകൾ വളച്ചൊടിച്ച് ബിഗ് ബോസ് ഹൗസിൽ പ്രശ്നക്കാരനാകുന്നതാണ് ക്യാപ്റ്റന്റെ ശീലം എന്നുള്ള പറഞ്ഞു വെച്ചു. മുള്ളൻ പന്നി എന്നൊരു പേരാണ് അപ്പാനി ശരത്ത് ക്യാപ്റ്റന് ചാർത്തി കൊടുത്തത്. പിന്നീട് ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായ റെനിയുമായിട്ടുള്ള ശരത്തിന്റെ സംഭാഷണത്തിനിടയിൽ ക്യാപ്റ്റൻ വലിഞ്ഞു കയറി വന്ന് ഇടപെട്ടതും അപ്പാനിയെ ചൊടിപ്പിച്ചു. നിനക്കെന്റെ തനിക്കുണം അറിയത്തില്ല എന്നും നീയൊന്നും എന്നെ താങ്ങത്തില്ല എന്നുമായിരുന്നു ശരത്തിന്റെ ശബ്ദം ഉയർത്തിയുള്ള ആ ഒരു മറുപടി. എന്നാൽ ഇതൊക്കെ ഒരുപാട് കണ്ടതാ എന്ന തരത്തിലായിരുന്നു ക്യാപ്റ്റന്റെ പ്രതികരണം. ഒച്ചയിട്ട് ക്ഷീണിച്ചതോടെ ഉച്ചയ്ക്ക് ശേഷം അപ്പാനി ശരത്ത് കുറെ നേരം വിശ്രമിക്കുന്നത് കാണാനായി. അതേസമയം നേരത്തെ പറഞ്ഞ ടാസ്കിനിടെ വീടിനകത്ത് രേണുവിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള മൈൻഡ് ഗെയിം കളിക്കുകയായിരുന്നു ഗായകനായിട്ടുള്ള അക്ബർ ഖാൻ. സഹ മത്സരാർത്ഥികൾക്ക് ഓമന പേര് നിർദ്ദേശിക്കാൻ ബിഗ് ബോസ് അവസരം നൽകിയപ്പോൾ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്നാണ് അക്ബർ വിളിച്ചത്. ഇതേ തുടർന്ന് മാനസികമായിട്ട് തളർന്ന രീതിയിലാണ് രേണുവിനെ പിന്നീട് ഹൗസിൽ കാണാനായത്. അക്ബറിന്റെ ഈ ഒരു നിലവാരം കുറഞ്ഞ പരാമർശം രേണുവിനെയും ഹൗസിലെ പല മത്സരാർത്ഥികളെയും ഞെട്ടിച്ചു. അക്ബർ ഖാൻ രേണുവിനോട് മാപ്പ് പറയണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ആരാധകർ ആവശ്യപ്പെടുന്നത്. സെപ്റ്റിക് ടാങ്ക് എന്ന ഇരട്ട പേര് കേൾക്കുന്നത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അതെന്നെ വേദനിപ്പിച്ചു. ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഒരിക്കലും കരയുന്നതല്ല, കരഞ്ഞൊരു അടവും കാണിക്കുന്നില്ല. ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയില്ലേ എന്നൊക്കെ അടുത്ത് കിടക്കുന്ന സഹമത്സരാർത്ഥിയോട് രേണു പരാതി പറയുകയും ചെയ്തു.